ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും VJDIARIESന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. കാറിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കാർ ചാർജർ, അതിൻ്റെ ഓഡിയോ കണക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ഓട്ടോ ടൺ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിയത് 750 രൂപയ്ക്കാണ്. ഇതിനകത്ത് ബോക്സിനകത്തുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപ, 1499 രൂപയാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് എൻ്റെ കാറിനകത്തുള്ള സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണ നോർമൽ സിസ്റ്റമാണ്, ബ്ലൂടൂത്ത് കണക്ഷനൊന്നും അതിനകത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോള് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഈ ഒരു ഡിവൈസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ കാണിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ ഒരു കാറിനകത്ത് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിന്, നല്ലൊരു സാധനം ഫിറ്റ് ചെയ്യുന്നതിന് 7000 മുതൽ അങ്ങോട്ട് പ്രൈസ് കൂടുതൽ വരും. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു 750 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്ത് യൂസ് ചെയ്യാം. ഓഡിയോ കണക്ടർ ആൻഡ് കാർ ചാർജർ. അപ്പോൾ ഇതിനകത്ത് ബോക്സ് നമുക്ക് പൊട്ടിക്കാം. ബോക്സിനകത്ത് വരുന്ന ഈ ഒരു ഡിവൈസ് മാത്രമാണ്. ഇങ്ങനെയാണ് ഡിവൈസ് വരുന്നത്. ഇതിനകത്ത് കോള് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അതിപ്പോൾ നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ വയ്ക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനകത്ത് ഒരു ഡിജിറ്റൽ സംഭവം ഇതിനകത്ത് കാണിക്കുന്നത്, വണ്ടിയിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് കത്തത്തുള്ളൂ. പിന്നെ ഈ ബാസ് ബൂസ്റ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് ഓഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു സ്വിച്ചും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒന്നിൽ നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നെന്ന് പറയുന്നത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടും കൂടെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നമുക്ക് കാറിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇഗ്നിഷൻ ഓൺ ആണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ ചാർജിങ് പോയിന്റിലോട്ട് നമ്മൾ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് 91.2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ FM-ൻ്റെ ഇതും നമ്മൾ 91.2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു കാറിൻ്റെ സിസ്റ്റവും ഈ ഒരു ഡിവൈസും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് എടുക്കുക. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ഓണാക്കുക. ബ്ലൂടൂത്ത് ഓണാക്കി ഞാൻ ഇപ്പോൾ ഓൾറെഡി ഈ ഓട്ടോ ടൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് ഓണാക്കി പെയർ ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഓട്ടോ ടൺ എന്ന് പറഞ്ഞ ഇത് കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ കാറിൻ്റെ സിസ്റ്റവും ഈ ഒരു ഡിവൈസും തമ്മിൽ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. യൂട്യൂബിലേക്ക് പാട്ട് നമ്മൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് സൗണ്ട് എല്ലാം കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോൺ കോപ്പിറൈറ്റ് സൗണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നോൺ കോപ്പിറൈറ്റ് സോങ് ഇവിടെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാറിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് കേൾക്കാനാവും. കോള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് ആവുമെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കോളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 750 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് വർത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാറിൽ ആൻഡ്രോയിഡ് ഡിവൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഡിവൈസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ആൻഡ്രോയിഡ് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാം, അങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കാൻ പറ്റും, കോൾ എടുക്കാൻ പറ്റും, ഹാൻഡ്സ് ഫ്രീ ആയിട്ട് കോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.